ഹലോ മൈ ഡിയർ KSFE സ്റ്റാഫ്സ്. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ് ഞാൻ ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞാണ്. നമ്മൾ വരയ്ക്കുന്ന, അതായത് ബിസിനസ്സുകാർ വരയ്ക്കുന്ന ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൻ്റെ ബാലൻസും ബാങ്കുകാർ കസ്റ്റമർക്ക് നൽകുന്ന പാസ്ബുക്കിൻ്റെ ബാലൻസും തമ്മിൽ പലപ്പോഴും ഡിഫറൻസ് ഉണ്ടാകും. ഒരിക്കൽ കൂടി, ബിസിനസ്സുകാർ വരയ്ക്കുന്ന ക്യാഷ് ബുക്ക്, ഈ ക്യാഷ് ബുക്കിനെയാണ് ബിസിനസ്സുകാർ വരയ്ക്കുന്ന ബാങ്ക് അക്കൗണ്ട് എന്ന് വേണമെങ്കിലും പറയാം. ഇനി ബാങ്കുകാർ കസ്റ്റമർക്ക് നൽകുന്ന പാസ്ബുക്കിൻ്റെ ബാലൻസ് തമ്മിൽ പലപ്പോഴും ഡിഫറൻസ് ഉണ്ടാകാം. ഈ ഡിഫറൻസ് റെക്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് കസ്റ്റമറാണ്. പ്രിപ്പയർഡ് ബൈ കസ്റ്റമർ, ഷോയിങ് ദ കോസസ് ഓഫ് ഡിസഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക്. അതായത് പാസ്ബുക്കിലെയും ക്യാഷ് ബുക്കിലെയും ബാലൻസുകൾ തമ്മിലുള്ള ഡിസഗ്രിമെൻറ്റ്, ക്യാഷ് ബുക്കിൻ്റെയും പാസ്ബുക്കിൻ്റെയും ബാലൻസുകൾ തമ്മിലുള്ള ഡിസ്എഗ്രിമെൻറ്റിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ഷോ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് കസ്റ്റമറാണ്. അത്യാവശ്യമുള്ള നോട്ടുകൾ കുറിച്ചെടുക്കുക, ശ്രദ്ധിക്കുക. ഇനി നമ്മൾ വരയ്ക്കുന്ന ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന ബാങ്ക് അക്കൗണ്ട്, ഇതൊക്കെ നോട്ട് അത്യാവശ്യമുള്ളവർ കുറിച്ചെടുത്തോണം, നോട്ടായിട്ട് അയക്കുന്നില്ല. നമ്മൾ വരയ്ക്കുന്ന ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ, എന്തൊരു ബാലൻസ് ആണെങ്കിൽ? ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ. ഇനി പാസ്ബുക്കിന് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്തുവാണ്? പാസ്ബുക്കിൻ്റെ ക്രെഡിറ്റ് സൈഡാണ് ടോട്ടൽ കൂടുതലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ്. പാസ്ബുക്കിൻ്റെ ക്രെഡിറ്റ് സൈഡാണ് ടോട്ടൽ കൂടുതലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ്. നമ്മൾ വരയ്ക്കുന്ന ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡാണ് ടോട്ടൽ കൂടുതലെങ്കിൽ ഡെബിറ്റ് ബാലൻസ്. ഇതിനെ ഫേവറബിൾ ബാലൻസ് അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് ബാലൻസ് എന്ന് പറയാം. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. നമ്മൾ വരയ്ക്കുന്ന ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് സൈഡാണ് ടോട്ടൽ കൂടുതലെങ്കിൽ അത് ഫേവറബിൾ ബാലൻസ് ആണ്. പാസ്ബുക്കിന് എന്തൊരു ബാലൻസ് വരണം? ക്രെഡിറ്റ് ബാലൻസ് വരണം എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സൈഡായിരിക്കും ടോട്ടൽ കൂടുതൽ. ഇതിനെയാണ് നമ്മൾ ഫേവറബിൾ ബാലൻസ് എന്ന് പറയുന്നത്. ഫേവറബിൾ ബാലൻസിനെ ഡിപ്പോസിറ്റ് ബാലൻസ് എന്ന് പറയും. ശ്രദ്ധിക്കുക, ഫേവറബിൾ ബാലൻസിനെ ഡിപ്പോസിറ്റ് ബാലൻസ് എന്ന് പറയും. അടുത്ത് പറയാൻ പോവാണ്. നമ്മൾ വരയ്ക്കുന്ന ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട്, നമ്മൾ വരയ്ക്കുന്ന ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സൈഡാണ് ടോട്ടൽ കൂടുതലെങ്കിൽ, ഇനി പാസ്ബുക്കിന് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ പാസ്ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡാണ് ടോട്ടൽ കൂടുതലെങ്കിൽ എന്ന് പറഞ്ഞാൽ പാസ്ബുക്കിന് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അതിനെ അൺഫേവറബിൾ ബാലൻസ് എന്ന് പറയും. ഇതിനെയാണ് നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ഉറപ്പാണ്. അപ്പോൾ എന്താണ്? നമ്മൾ വരയ്ക്കുന്ന ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസും പാസ്ബുക്കിന് ക്രെഡിറ്റ് ബാലൻസുമാണ് എങ്കിൽ ഫേവറബിൾ ബാലൻസ് അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് ബാലൻസ്. നമ്മൾ വരയ്ക്കുന്ന ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസും പാസ്ബുക്കിന് ഡെബിറ്റ് ബാലൻസുമാണ് എങ്കിൽ അൺഫേവറബിൾ ബാലൻസ് അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നു. നേരെ ഒരു കണക്കിലേക്ക് പോകുന്നു. ആ കണക്കിലൂടെ ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ ചോദിക്കാം. ഇത് 4 രീതിയിലാണ് ചെയ്യുന്നത്. ഒന്നാമത്തത്, സ്റ്റാർട്ടിങ് വിത്ത് ഡിപ്പോസിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. അതായത് ക്യാഷ് ബുക്കിലെ ബാലൻസിൽ ആരംഭിച്ച് പാസ്ബുക്കിലെ ബാലൻസിൽ അവസാനിക്കുന്നു. രണ്ടാമത്തെ മെത്തേഡ് തിരിച്ചാണ്.
എന്താണ്? പാസ്ബുക്കിലെ ബാലൻസിൽ ആരംഭിച്ച് ഫേവറബിൾ ബാലൻസ് അല്ലെ ഡിപ്പോസിറ്റ് ബാലൻസിൻ്റെ കാര്യമാണെന്നേ പറയുന്നത്. പാസ്ബുക്കിലെ ബാലൻസിൽ ആരംഭിച്ച് ക്യാഷ് ബുക്കിലെ ബാലൻസിൽ അവസാനിക്കുന്നു. നമ്മളൊരു കണക്കിലേക്ക് പോകുന്നു. അവിടെ നമ്മൾ ബേസായിട്ട് എടുക്കുന്നത് ക്യാഷ് ബുക്കിൻ്റെ ബാലൻസാണ് ബേസായിട്ട് എടുക്കുന്നത്. ശ്രദ്ധിക്കണേ, ക്യാഷ് ബുക്കിൻ്റെ ബാലൻസാണ് ബേസായിട്ട് എടുക്കുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ആരുടെ ബാലൻസാണ്? ക്യാഷ് ബുക്കിൻ്റെ ബാലൻസാണ് ബേസായിട്ട് എടുക്കുന്നത്. അപ്പോൾ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻ്റ് എന്ന് വരയ്ക്കുക. പർട്ടിക്കുലേഴ്സിന് അതിവിശാലമായ കോളം, എമൗണ്ടിന് 2 കോളം. അപ്പോൾ ഏതാണ് ബേസ് എടുക്കുന്നത്? ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കാണ് ബേസ് എടുക്കുന്നത്. അപ്പോൾ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എത്രയാണ് എമൗണ്ട്? 4900. രണ്ടാമത്തെ എമൗണ്ട് കോളത്തിൽ എഴുതുക. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് 4900. രണ്ടാമത്തെ എമൗണ്ട് കോളത്തിൽ എഴുതുക. ഇനി ആഡ് എന്ന് എഴുതുക, കുറച്ച് സ്ഥലം വിടുക. വേറെ രീതി പഠിക്കുന്നവർ അങ്ങനെ പഠിക്കുക. ഞാനൊരു രീതി പറയുന്നു, മനസ്സിലാക്കാൻ പറ്റുന്നവർ മനസ്സിലാക്കുക. ആഡ് എന്ന് എഴുതി കുറേ സ്ഥലം വിടുക, ലെസ് എന്ന് എഴുതി കുറേ സ്ഥലം വിടുക. ഇപ്പോൾ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കാണ് ബേസായിട്ട് എടുത്തിരിക്കുന്നത്. അതിൻ്റെ എമൗണ്ട് 2ാം കോളത്തിൽ എഴുതി. ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് അവസാനം കിട്ടേണ്ടത് എന്താണ്? അവസാനം കിട്ടേണ്ടത് ബാലൻസ് ആസ് പെർ പാസ്ബുക്കാണ്. അവസാനം കിട്ടേണ്ടത് ബാലൻസ് ആസ് പെർ പാസ്ബുക്കാണ് കിട്ടേണ്ടത്. കാര്യം ക്യാഷ് ബുക്ക് ബേസ് എടുത്തപ്പോൾ അവസാനം കിട്ടേണ്ടത് ബാലൻസ് ആസ് പെർ പാസ്ബുക്കാണ്. ഓരോ നോക്കാം, ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. ആഡ് എന്ന് എഴുതുക, കുറച്ച് സ്ഥലം വിടുക. ലെസ് എന്ന് എഴുതുക, കുറച്ച് സ്ഥലം വിടുക. ആഡ് എന്ന് പറഞ്ഞാൽ കൂട്ടുക, ലെസ് എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക. എഴുതാം. ആദ്യം ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് 4900 2ാം കോളത്തിലോട്ട് എഴുതി. ആദ്യത്തെ ഐറ്റത്തിലേക്ക് നോക്കാം. ചെക്ക് ഡിപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ഫോർ കളക്ഷൻ ബട്ട് നോട്ട് കളക്റ്റഡ്. അതിൻ്റെ പ്രത്യേകത, നമുക്ക് കിട്ടിയ ചെക്കാണ്. നമ്മളെന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് കിട്ടിയ ചെക്ക് ബാങ്കിൽ കൊടുത്തു. പക്ഷേ ബാങ്കുകാർ ഇതുവരെയും കളക്ട് ചെയ്തിട്ടില്ല. ശ്രദ്ധിക്കണേ, ബിസിനസ്സിന് കിട്ടിയ ചെക്ക് ബാങ്കിൽ കൊടുത്തു. അപ്പോൾ ബാങ്കുകാർ ഇതുവരെയും കളക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ബാങ്കുകാർ കളക്ട് ചെയ്തിട്ടില്ലെങ്കിൽ പാസ്ബുക്ക് കുറഞ്ഞു നിൽക്കുക. പാസ്ബുക്ക് എങ്ങനെ നിൽക്കുക? കുറഞ്ഞു നിൽക്കുക. പാസ്ബുക്ക് കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ മറ്റേത് നമുക്ക് ഓപ്പോസിറ്റ് പറയാം. ഏതെങ്കിലും ഒന്ന് ബേസ് എടുത്ത് തീരുമാനം എടുക്കുക, മറ്റേത് ഓപ്പോസിറ്റ് പറയാം. ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. പാസ്ബുക്ക് കുറഞ്ഞു നിൽക്കുക, അതായത് ബാങ്കിൽ കൊടുത്ത ചെക്ക് അവർ കളക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ കളക്ട് ചെയ്തായിരുന്നെങ്കിൽ പാസ്ബുക്ക് കൂടിയേനെ. കളക്ട് ചെയ്യാത്തതുകൊണ്ട് പാസ്ബുക്ക് കുറഞ്ഞു നിൽക്കുക. പാസ്ബുക്ക് കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ മറ്റേത് ഓപ്പോസിറ്റ് പറയാം. ക്യാഷ് ബുക്ക് കൂടി നിൽക്കുക. ഒരു തീരുമാനം നമ്മൾ ബേസ് ചെയ്തെടുത്താൽ മറ്റേത് ഓപ്പോസിറ്റ് പറയാം. പാസ്ബുക്ക് കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ക്യാഷ് ബുക്ക് കൂടി നിൽക്കുക. ഇനി നമുക്ക് അവസാനം കിട്ടേണ്ടത്, ശ്രദ്ധിക്കണേ, അവസാനം കിട്ടേണ്ടത് ബാലൻസ് ആസ് പെർ പാസ്ബുക്കാണ്. അതെങ്ങനെ ഇരിക്കുക? കുറഞ്ഞു നിൽക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് ലെസ്സിൻ്റെ അവിടെ എഴുതണം. എമൗണ്ട് ആദ്യത്തെ കോളത്തിൽ എഴുതണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തിലേക്ക് പോകുന്നു. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പെയ്ഡ് ബൈ ബാങ്ക്. ആർക്കോ നമ്മൾ പൈസ കൊടുക്കാനുണ്ടായിരുന്നു. ശ്രദ്ധിക്കണേ, നമ്മൾ കിട്ടിയ ചെക്കല്ലത്. ആർക്കോ നമ്മൾ പൈസ കൊടുക്കാനുണ്ടായിരുന്നു, അവർക്ക് ചെക്ക് കൊടുത്തു. പക്ഷേ ചെക്ക് അവർ കൊണ്ടുപോയി മാറിയിട്ടില്ല. ശ്രദ്ധിക്കണേ, ആർക്കോ നമ്മൾ പൈസ കൊടുക്കാനായിട്ടുണ്ട്, അവർക്ക് ചെക്ക് കൊടുത്തു. പക്ഷേ ചെക്ക് അവർ കൊണ്ടുപോയി എന്ത് ചെയ്തിട്ടില്ല? മാറിയിട്ടില്ല. അപ്പോൾ ചെക്ക് മാറിയായിരുന്നെങ്കിൽ പാസ്ബുക്ക് കുറഞ്ഞേനെ അല്ലയോ? ചെക്ക് മാറിയായിരുന്നെങ്കിൽ ബാലൻസ് കുറയത്തില്ലയോ? ഡിപ്പോസിറ്റ് കുറഞ്ഞേനെ. അപ്പോൾ ചെക്ക് മാറിയിട്ടില്ല. അപ്പോൾ പാസ്ബുക്ക് കൂടി തന്നെ നിൽക്കുകയാണ്. കാരണം എന്താണ്? പാസ്ബുക്ക് കൂടി തന്നെ നിൽക്കാൻ കാര്യം എന്തുവാണ്? ചെക്ക് എന്ത് ചെയ്തിട്ടില്ല? ചെക്ക് മാറിയിട്ടില്ല. ഇനി പാസ്ബുക്ക് കൂടി നിൽക്കുകയാണെങ്കിൽ മറ്റേ നമുക്ക് ഓപ്പോസിറ്റ് കഴിഞ്ഞിട്ട് പറയാം. പാസ്ബുക്ക് കൂടി നിൽക്കുകയാണെങ്കിൽ, ശ്രദ്ധിക്കണേ, പാസ്ബുക്ക് കൂടി നിൽക്കുകയാണെങ്കിൽ ക്യാഷ് ബുക്ക് കുറഞ്ഞു നിൽക്കുകയാണ്. ശ്രദ്ധിക്കുക, എങ്ങനെയാണ്? പാസ്ബുക്ക് കൂടി നിൽക്കുകയാണെങ്കിൽ, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക,
പാസ്ബുക്ക് കൂടി നിൽക്കുകയാണെങ്കിൽ പാസ്ബുക്ക് കൂടിക്കാൻ കാര്യം എന്തുവാ? ചെക്ക് അവർ മാറിക്കൊണ്ട് പോയിട്ടില്ല. ചെക്ക് അവർ മാറിക്കൊണ്ട് പോകാത്തതുകൊണ്ട് പാസ്ബുക്ക് എങ്ങനെ നിൽക്കുക? കൂടി നിൽക്കുക. പാസ്ബുക്ക് കൂടി നിൽക്കുകയാണെങ്കിൽ ക്യാഷ് ബുക്ക് കുറഞ്ഞ് നിൽക്കുക. ഇനി നമുക്ക് അവസാനം കിട്ടേണ്ടത് എന്തുവാ നോക്കുക. പാസ്ബുക്ക് അല്ലേ കിട്ടണ്ടേ? ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് അല്ലേ? എങ്ങനെ നിൽക്കും? അത് കൂടി നിൽക്കുമല്ലയോ? കൂടി നിൽക്കുവാണെങ്കിൽ ആഡിൻ്റെ അവിടെ എഴുതുക. ആഡിൻ്റെ അവിടെ എഴുതുക. എന്നിട്ട് എമൗണ്ട് ആദ്യത്തെ കോളത്തിൽ എഴുതുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഡയറക്റ്റ് പേയ്മെൻറ്റ് ബൈ എ കസ്റ്റമർ. ഒരു കസ്റ്റമർ ഡയറക്റ്റായിട്ട് പേയ്മെൻറ്റ് നൽകി. അപ്പം ഡയറക്റ്റായിട്ട് പേയ്മെൻറ്റ് നൽകിയപ്പോൾ അയാൾ ബാങ്കിലായിരിക്കും ഇട്ടത്. അപ്പോൾ പാസ്ബുക്ക് കൂടും. എന്ത് കൂടും? പാസ്ബുക്ക് കൂടും. പാസ്ബുക്ക് കൂടുമെങ്കിൽ ക്യാഷ് ബുക്ക് കുറയും. അപ്പോൾ ചിലർക്ക് ഡൗട്ട് വരുന്നു, സാറേ എന്തിനാ അങ്ങനെ പറയുന്നേ? ഈ പാസ്ബുക്ക് അല്ലേ അവസാനം കിട്ടണ്ടേ? അത് കൂടുമോ കുറയുമോ എന്ന് നോക്കിയാൽ പോരെ. ഇനി നമ്മൾ അടുത്ത മെത്തേഡ് സെപ്പറേറ്റ് പഠിക്കത്തില്ല. ഈ മെത്തേഡ് അറിയാവുന്നവർക്ക് അടുത്ത മെത്തേഡ് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാവും. അതുകൊണ്ടാണ് ഈ രണ്ടും കൂടെ പറഞ്ഞു പോകുന്നത്. ശ്രദ്ധിക്കണേ. രണ്ടാമത്തെ മെത്തേഡിൻ്റെ പ്രത്യേകത എന്തുവാ? നമ്മൾ പാസ്ബുക്ക് ബേസ് എടുത്താണ് ചെയ്യുന്നത്. അവസാനം കിട്ടേണ്ടത് ക്യാഷ് ബുക്കാണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുന്നവർക്ക് ആദ്യത്തതും മനസ്സിലാവും, രണ്ടാമത്തെ മെത്തേഡ് മനസ്സിലാവും. ഒരിക്കൽ കൂടി പറയുന്നു. ഒരു കസ്റ്റമർ പേയ്മെൻറ്റ് ഡയറക്റ്റ് ബാങ്കിൽ കൊണ്ടിട്ടു. അപ്പോൾ ഡയറക്റ്റ് ബാങ്കിൽ കൊണ്ടിട്ടപ്പം ശ്രദ്ധിക്കണേ, ഒരു കസ്റ്റമർ പേയ്മെൻറ്റ് എവിടെ കൊണ്ടിട്ടു? ബാങ്കിൽ കൊണ്ടിട്ടു. അപ്പോൾ പാസ്ബുക്ക് കൂടും. പാസ്ബുക്ക് കൂടുമെങ്കിൽ ക്യാഷ് ബുക്ക് കുറയും. ഇനി അവസാനം കിട്ടേണ്ട ഏതാ? പാസ്ബുക്ക് അല്ലേ? അങ്ങനെ നിൽക്കുക. അത് കൂടി നിൽക്കുക. കൂടി നിൽക്കുകയാണെങ്കിൽ ഐറ്റം എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ആദ്യത്തെ കോളത്തിൽ എഴുതുക. അടുത്തെന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ഡിപ്പോസിറ്റ് ക്രെഡിറ്റഡ് ഇൻ പാസ്ബുക്ക്. അതായത് പാസ്ബുക്കിൽ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്ത പൈസയ്ക്ക് പലിശ കിട്ടി. അപ്പോൾ പാസ്ബുക്ക് കൂടും, ക്യാഷ് ബുക്ക് കുറയും. അവസാനം കിട്ടേണ്ട ഏതാ? പാസ്ബുക്ക്. എങ്ങനെയൊക്കെയോ അത് അവസാനം കിട്ടേണ്ട പാസ്ബുക്ക് കൂടിയിരിക്കുമല്ലോ. പാസ്ബുക്ക് കൂടി നിൽക്കുകയാണെങ്കിൽ ഐറ്റം എന്ത് ചെയ്യണം? പാസ്ബുക്ക് കൂടി നിൽക്കുകയാണെങ്കിൽ അവസാനം കിട്ടേണ്ടത് പാസ്ബുക്ക് അല്ലയോ? പാസ്ബുക്ക് എങ്ങനെ നിൽക്കുക? കൂടി നിൽക്കുമല്ലയോ? പാസ്ബുക്ക് കൂടി നിൽക്കുകയാണ്. അപ്പോൾ പാസ്ബുക്ക് കൂടി നിൽക്കുകയാണെങ്കിൽ ഐറ്റം ആഡ് ചെയ്യണം. അടുത്ത ഡിസ്കൗണ്ടഡ് ബിൽ ഡിസോണേഡ്. നമ്മൾ ബാങ്കിൽ കൊടുത്ത് ഡിസ്കൗണ്ട് ചെയ്ത ബില്ല് ഡിസോണറായി. ബാങ്കിൽ കൊടുത്ത് ഡിസ്കൗണ്ട് ചെയ്ത ബില്ല് എന്തായി? ഡിസോണറായി കഴിഞ്ഞാൽ ഉടൻ അവർ ഡിപ്പോസിറ്റ് ബാലൻസിൽ നിന്ന് കട്ട് ചെയ്യും. അതായത് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത ബില്ല് ക്യാൻസലായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡിസോണറായി കഴിഞ്ഞാൽ അവരുടനെ ബാങ്കുകാർ നമ്മുടെ പാസ്ബുക്കിൽ നിന്ന് കട്ട് ചെയ്യും. അപ്പോൾ പാസ്ബുക്ക് കുറയും. പാസ്ബുക്ക് കുറയുമെങ്കിൽ ക്യാഷ് ബുക്ക് കൂടും. അവസാനം കിട്ടേണ്ട ഏതാ? പാസ്ബുക്ക് അല്ലയോ? പാസ്ബുക്ക് എങ്ങനെയൊക്കെയോ കുറഞ്ഞിരിക്കുകയാണെങ്കിൽ ലെസ്സിൻ്റെ അവിടെ എഴുതണം. അടുത്ത ബാങ്ക് ചാർജസ്. ബാങ്കുകാർ നമുക്ക് വേണ്ടി പല ജോലിയും ചെയ്യും, അതിനവർ ചാർജ് ഈടാക്കും. ചാർജ് ഈടാക്കും. അപ്പോൾ സ്വാഭാവികമായും പാസ്ബുക്ക് കുറയുമ്പം ക്യാഷ് ബുക്ക് കൂടും. അവസാനം കിട്ടേണ്ട ഏതാ? പാസ്ബുക്ക് അല്ലയോ? പാസ്ബുക്ക് കുറഞ്ഞിരിക്കുമല്ലോ. അപ്പം കുറയ്ക്കണം, ലെസ്സിൻ്റെ അവിടെ എഴുതണം. ആഡ് ചെയ്യാനുള്ള എല്ലാം കൂടെ കൂട്ടി രണ്ടാം കോളത്തിലോട്ട് എഴുതണം, എന്നിട്ട് കൂട്ടി താഴോട്ട് എഴുതണം. ലെസ് ചെയ്യാനെല്ലാം ഉള്ളതെല്ലാം കൂടെ കൂട്ടിയിട്ട് രണ്ടാം കോളത്തിലോട്ട് എഴുതി കുറച്ച് താഴോട്ട് എഴുതണം. അപ്പോൾ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് കിട്ടും. രണ്ടാമത്തെ കണക്കിലേക്ക് പോകുന്നു. രണ്ടാമത്തെ കണക്കിൻ്റെ പ്രത്യേകത ബാലൻസ് ആസ് പെർ പാസ്ബുക്കാണ് ബേസ് എടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ കണക്കിൻ്റെ പ്രത്യേകത എന്താണ്? ബാലൻസ് ആസ് പെർ പാസ്ബുക്കാണ് ബേസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവസാനം കിട്ടേണ്ട ഏതാണ്? ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ഓരോ നോക്കാം. ചെക്ക് ഇഷ്യൂഡ്. ആർക്കോ നമ്മൾ പൈസ കൊടുക്കേണ്ടായിരുന്നു, അവർക്ക് ചെക്ക് കൊടുത്തു. ആദ്യം ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എഴുതി 16,500. ആർക്കോ ചെക്ക് കൊടുത്തു, അവർ ചെക്ക് ഇതുവരെ മാറിയിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പാസ്ബുക്ക് കൂടിയിരിക്കുക. അവസാനം കിട്ടേണ്ടത് ഏതാ? പാസ്ബുക്ക് കൂടിയിരിക്കുക. അങ്ങനെയാണെങ്കിൽ ക്യാഷ് ബുക്ക് എങ്ങനെ ഇരിക്കുക? മറ്റേത് ഓപ്പോസിറ്റ് പറയാൻ ഞാൻ കഴിഞ്ഞ കണക്ക് പറഞ്ഞല്ലോ, ക്യാഷ് ബുക്ക് കുറഞ്ഞിരിക്കുക. അവസാനം കിട്ടേണ്ട ഏതാ? ക്യാഷ് ബുക്ക് അല്ലേ ഇവിടെ? അപ്പോൾ ക്യാഷ് ബുക്ക് എങ്ങനെ ഇരിക്കുക? കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ലെസ്സിൻ്റെ അവിടെ എഴുതണം. ഓക്കെ. അടുത്ത ചെക്ക് ഡിപ്പോസിറ്റഡ്. നമുക്ക് കിട്ടിയ ചെക്ക് ബാങ്കിൽ കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്തു.
നമുക്ക് കിട്ടിയ ചെക്ക് ബാങ്കിൽ കൊണ്ടുപോയി എന്ത് ചെയ്തു? ഡിപ്പോസിറ്റ് ചെയ്തു. നമുക്ക് കിട്ടിയ ചെക്ക് ബാങ്കിൽ കൊണ്ടുപോയി എന്ത് ചെയ്തു? നമുക്ക് കിട്ടിയ ചെക്ക് ബാങ്കിൽ കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്തു. നമുക്ക് കിട്ടിയ ചെക്ക് ബാങ്കിൽ കൊണ്ടുപോയി എന്ത് ചെയ്തു? ഡിപ്പോസിറ്റ് ചെയ്തു. പക്ഷേ ബാങ്കുകാർ ഇതുവരെ കളക്ട് ചെയ്തിട്ടില്ല. കളക്ട് ചെയ്തായിരുന്നേ പാസ്ബുക്ക് കൂടിയാനെ. അപ്പോൾ പാസ്ബുക്ക് കുറഞ്ഞിരിക്കുക. ശ്രദ്ധിക്കണേ, പാസ്ബുക്ക് എങ്ങനെ ഇരിക്കുക? പറയുക അങ്ങനെ, പാസ്ബുക്ക് എങ്ങനെ ഇരിക്കുക? കുറഞ്ഞിരിക്കുക. പാസ്ബുക്ക് കുറഞ്ഞിരിക്കുകയാണെങ്കിൽ മറ്റേത് ഓപ്പോസിറ്റ് പറയാമല്ലേ, ക്യാഷ് ബുക്ക് കൂടി നിൽക്കുക. അവസാനം കിട്ടേണ്ട ഏതാട്ടെ ഇവിടെ? രണ്ടാമത്തെ മെത്തേഡ് അല്ലയോ, ക്യാഷ് ബുക്ക് അല്ലയോ കിട്ടേണ്ടത്? ക്യാഷ് ബുക്ക് എങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ കൂടി നിൽക്കുക. കൂടി നിൽക്കുകയാണെങ്കിൽ ഐറ്റം എന്ത് ചെയ്യണം? ആഡിൻ്റെ കൂടെ എഴുതുക. അവസാനം കിട്ടേണ്ടത് കൂടി നിൽക്കുകയാണെങ്കിൽ ആഡിൻ്റെ അവിടെ എഴുതണം, കുറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ലെസ്സിൻ്റെ അവിടെ എഴുതണം. അടുത്ത ബിൽസ് റിസീവ്ഡ് കളക്റ്റഡ് ബൈ ബാങ്ക്. അതായത് എന്തോ ബില്ല് ബാങ്കുകാർ ഡയറക്റ്റ് അങ്ങ് കളക്ട് ചെയ്ത്, ഡയറക്റ്റ് കളക്ട് ചെയ്തപ്പോൾ പാസ്ബുക്ക് കൂടി. പാസ്ബുക്ക് കൂടിയപ്പം ക്യാഷ് ബുക്ക് കുറഞ്ഞു. പാസ്ബുക്ക് കൂടിയപ്പം ക്യാഷ് ബുക്ക് കുറഞ്ഞു. പാസ്ബുക്ക് കൂടിയപ്പം ഏത് കുറഞ്ഞു? ക്യാഷ് ബുക്ക് കുറഞ്ഞു. അവസാനം കിട്ടുന്നത് ക്യാഷ് ബുക്ക് അല്ലേ? ക്യാഷ് ബുക്ക് എങ്ങനെയൊക്കെയാണ്? കുറഞ്ഞിരിക്കും. അപ്പോൾ ലെസ്സിൻ്റെ അവിടെ എഴുതുക. അടുത്ത ബാങ്ക് ചാർജസ്. ബാങ്കുകാർ നമുക്ക് വേണ്ടി പല ജോലിയും ചെയ്യും, അതിനെ അവർ ചാർജ് ഈടാക്കും. അപ്പോൾ ചാർജ് ഈടാക്കുമ്പോൾ സ്വാഭാവികമായി എന്ത് കുറയേണ്ടി? പാസ്ബുക്ക് കുറയും. പാസ്ബുക്ക് കുറഞ്ഞാൽ മറ്റേത് ഓപ്പോസിറ്റ് പറയാമല്ലേ, ക്യാഷ് ബുക്ക് കൂടും. അവസാനം കിട്ടുന്നത് ക്യാഷ് ബുക്ക് അല്ലേ? ക്യാഷ് ബുക്ക് എങ്ങനെ നിൽക്കുക? കൂടി നിൽക്കുമല്ലയോ? കൂടി നിൽക്കുമ്പം ഐറ്റം എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അടുത്ത ബിൽഡിംഗ് റെൻറ്റ് കളക്റ്റഡ് ആൻഡ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക്. എന്തോ റെൻറ്റ് ബാങ്കുകാർ ഡയറക്റ്റ് കളക്ട് ചെയ്തോ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പാസ്ബുക്ക് കൂടിയതാണ്, വരുമാനം കൂടിയതാണ്, കളക്ട് ചെയ്തതാണ്. പാസ്ബുക്ക് കൂടി. പാസ്ബുക്ക് കൂടിയാൽ എന്ത് കുറയും? ക്യാഷ് ബുക്ക് കുറയും. അത് ഓപ്പോസിറ്റ് പറയാം. ക്യാഷ് ബുക്ക് എങ്ങനെ? നമുക്ക് അവസാനം കിട്ടുന്നത് ക്യാഷ് ബുക്ക് അല്ലേ? അപ്പോൾ ക്യാഷ് ബുക്ക് എങ്ങനെയൊക്കെയോ കുറഞ്ഞിരിക്കുമോ. അപ്പോൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഇനി ഓവർ ഡ്രാഫ്റ്റിൻ്റെ കേസ് വെച്ചുള്ള കണക്കുകളുണ്ട്, അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. ഓവർ ഡ്രാഫ്റ്റിൻ്റെ കേസ് വെച്ചുള്ള കണക്കുകൾ അടുത്ത ക്ലാസ്സിൽ പറയാം. അടുത്ത ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നു, അത്യാവശ്യമുള്ള നോട്ട് ചെയ്യുക. നമ്മൾ വാങ്ങിവെച്ചത് അസറ്റിൻ്റെ വാല്യൂ കുറയുന്നതിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്സ്. ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്സ്. നമ്മുടെ അസറ്റിൻ്റെ വാല്യൂ പല കാരണങ്ങളാൽ കുറയുന്നു. നമ്മൾ 50,000 രൂപയ്ക്ക് ഒരു ടി വി വാങ്ങി. ഈ ടി വി നാളുകൾ കഴിയും തോറും ഈ ടി വിയുടെ വാല്യൂ കുറഞ്ഞ് കം ടു ദ സീറോ ഓർ ആക്രി വാല്യൂ, അല്ലെങ്കിൽ ആക്രി വാല്യൂയിലേക്ക് എത്തിച്ചേരും. അപ്പം നമ്മൾ എന്ത് തന്നെ ആയിരുന്നാലും കം ടു ദ സീറോ. മനുഷ്യനായിരുന്നാലും നമ്മുടെ വാല്യൂ കുറഞ്ഞ് ദെൻ കം ടു ദ സീറോ എന്ന് പറഞ്ഞാൽ നമ്മൾ മരണത്തിലേക്ക് എത്തിച്ചേരുന്നു. കം ടു ദ സീറോ. അപ്പോൾ അസറ്റിൻ്റെ വാല്യൂവിൽ പല കാരണങ്ങളാലും കുറവുണ്ടാകുന്നു. ഈ കുറവിനെയാണ് നമ്മൾ എന്നാന്ന് പറയുന്നത്? ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇനി ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. ഡിപ്രീസിയേഷനും ഫ്ലക്ച്വേഷനും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കണേ. ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ കുറയുന്നതിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് കറണ്ട് അസറ്റ്സ്. അതായത് കറണ്ട് അസറ്റിൻ്റെ വാല്യൂ കൂടാം കുറയാം. ഉദാഹരണം റബ്ബർ ഷീറ്റിൻ്റെ വാല്യൂ കൂടാം കുറയാം. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് കറണ്ട് അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയോ ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ചോദ്യങ്ങളുണ്ടാവാം. അത്യാവശ്യം നോട്ടില്ല, നിങ്ങൾ കുറിച്ചെടുക്കുക. കറണ്ട് അസറ്റിൻ്റെ വാല്യൂ കൂടുകയോ കുറയുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെ ഫ്ലക്ച്വേഷൻ എന്ന് പറയാം. ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ പെർമനൻ്റായിട്ട് കുറയുന്നതിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ ക്രമാനുഗതമായി പെർമനൻ്റായിട്ട് കുറയുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. കറണ്ട് അസറ്റിൻ്റെ വാല്യൂ കൂടുകയോ കുറയുകയോ ചെയ്യുകയാണെങ്കിൽ, കറണ്ട് അസറ്റിൻ്റെ വാല്യൂ കൂടുകയോ കുറയുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെ എന്നാന്ന് വിളിക്കാം? ഫ്ലക്ച്വേഷൻ എന്ന് വിളിക്കാം. ഇനി ഡിപ്രീസിയേഷൻ്റെ പലവിധ കാരണങ്ങളാണ്. ഇതൊക്കെ ചിലപ്പോൾ എക്സാമിന് ഇതുമായി ബന്ധപ്പെട്ട പാർട്ടികൾ ചോദിക്കാം. വിയർ ആൻഡ് ടിയർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നിരന്തരം അസറ്റ് ഉപയോഗിക്കുന്നത് മൂലം, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് അസറ്റ് ഉപയോഗിക്കുന്നത് മൂലം അസറ്റിൻ്റെ വാല്യൂവിൽ കുറവുണ്ടാകുന്നു. ഇതാണ് അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ്റെ ഒന്നാമത്തെ കാരണം, വിയർ ആൻഡ് ടിയർ. അപ്പോൾ ഏത് അസറ്റായിരുന്നാലും നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായി അതിൻ്റെ വാല്യൂവിൽ എന്തുണ്ടാകുന്നു? കുറവുണ്ടാകുന്നു. അപ്പോൾ ഡിപ്രീസിയേഷൻ്റെ ഒരു കാരണമായി. അടുത്ത എക്സ്പയറി ഓഫ് ടൈം.
എക്സ്പയറി ഓഫ് ടൈം എന്ന് പറയുന്നത് എന്താണ്? കാലഘട്ടം കഴിയുമ്പോൾ, ഒരു കാലാവധി കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? അസറ്റിൻ്റെ വാല്യൂ ഇല്ലാതാവുന്നു. സർട്ടൻ അസറ്റ്സ് ലൈക്ക് ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി, പേറ്റൻറ്റ്, കോപ്പിറൈറ്റ്, ഇതൊക്കെ ഒരു പ്രത്യേക പീരീഡിലേക്കേ ഉള്ളൂ. ഈ പ്രത്യേക പീരീഡ് കഴിയുമ്പോൾ ഇതിൻ്റെ വാല്യൂസ് ഇല്ലാതാവുന്നു. കോപ്പിറൈറ്റ്, വാടകയ്ക്കെടുക്കുന്ന സ്ഥലം, പേറ്റൻറ്റ്, കോപ്പിറൈറ്റ്, ഇതൊക്കെ ഒരു നിശ്ചിത പീരീഡ് കഴിയുമ്പോൾ ഇതിൻ്റെ വാല്യൂ കുറയുന്നു. അപ്പം ഡിപ്രീസിയേഷൻ്റെ കാരണങ്ങൾ ഏതൊക്കെയാണ്? വിയർ ആൻഡ് ടിയർ, എക്സ്പയറി ഓഫ് ടൈം, ഒബ്സലസൻസ്, കാലപ്പഴക്കം മൂലം എന്ത് ചെയ്യുന്നു? അസറ്റിൻ്റെ വാല്യൂ കുറയുന്നു. ദാറ്റ് മീൻസ് ദ ന്യൂ ഇൻവെൻഷൻ, പുതിയ ഇൻവെൻഷൻ വരുമ്പോൾ പഴയത് ഔട്ട് ഓഫ് ഡേറ്റ് ആയി മാറും. അപ്പോൾ സ്വാഭാവികമായും പഴയതിൻ്റെ വാല്യൂ ഇല്ലാതാവും. അപ്പം ഒബ്സലസൻസ്, അപ്പം ഏതൊക്കെയാണ്? വിയർ ആൻഡ് ടിയർ, എക്സ്പയറി ഓഫ് ടൈം, ഒബ്സലസൻസ്, ആൻഡ് വാട്ട് ആർ ദ കോസസ് ഓഫ് ഡിപ്രീസിയേഷൻ? ആൻഡ് ദെൻ ദ ഡിപ്ലീഷൻ. Assets such as mines, quarry are of the wasting nature. Assets such as mines, quarry, അതായത് പാറക്കോറി അല്ലെങ്കിൽ സ്വർണ്ണക്കോറി, ഇതൊക്കെ എന്താണ്? എക്സ്ട്രാക്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതിനെയാണ് ഡിപ്ലീഷൻ എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ് വേസ്റ്റിംഗ് അസറ്റ് എന്ന് വിളിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ചോദ്യങ്ങളുണ്ടാകാം, നോട്ട് ചെയ്യുക. വേസ്റ്റിംഗ് അസറ്റ്സ്, അതായത് നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ഡിപ്പോസിറ്റ്സ് റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊന്നും നോട്ട് അയക്കുന്നില്ല, നിങ്ങൾ അത്യാവശ്യമുള്ളത് കുറിച്ചെടുക്കുക. നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ഡിപ്പോസിറ്റ്സ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. അടുത്ത നോൺ യൂസ്, എന്താണ്? ആക്സിഡൻറ്റ്. നോൺ യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അസറ്റ് ഉപയോഗിക്കാതിരുന്നാലും എന്തായി പോകും? ഇത് വാല്യൂലെസ് ആയി മാറും. ചില ആൾക്കാരൊക്കെ പുതിയ കാറൊക്കെ വാങ്ങിച്ചിട്ട് വീടുകളിൽ ഇതെന്താണ് ഇങ്ങനെ മൂടി പുതച്ചിട്ടേക്കുന്നതായി നമുക്ക് കാണാനായിട്ട് പറ്റും. അത് ചിലർ ഈ എന്താണ് പൊങ്ങച്ചം കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കും. എന്താണ് ഇത്? ഒരു അത്യാവശ്യ കാര്യങ്ങളുണ്ട് എങ്കിൽ, ഒരു മരണമോ എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ട് എങ്കിലും ഈ കാർ എടുക്കാതെ ഇത് ഉപയോഗിക്കാതിട്ടിരിക്കും. അപ്പോൾ സ്വാഭാവികമായും ഇത് ഉപയോഗിക്കാതിട്ട് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? നശിച്ചു പോകും. നോൺ യൂസ്, ഇതും എന്തിന് കാരണമായി തീരും? ഡിപ്രീസിയേഷന് കാരണമായി തീരും. അടുത്ത എന്താണ്? ആക്സിഡൻറ്റ് മൂലവും ഡിപ്രീസിയേഷൻ ഉണ്ടാകും. അപ്പോൾ ഡിപ്രീസിയേഷൻ്റെ കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. വിയർ ആൻഡ് ടിയർ, എക്സ്പയറി ഓഫ് ടൈം, ഒബ്സലസൻസ്, ഡിപ്ലീഷനുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കും. ഇതാണ് വേസ്റ്റിംഗ് നേച്ചറുള്ള അസറ്റ്സ് ആണ്. മൈൻസ്, ഇതൊക്കെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ഡിപ്പോസിറ്റ്സ്, പാറ കോറിയിൽ നിന്നും പാറ പൊട്ടിച്ചെടുക്കുന്നതനുസരിച്ച് അതിൻ്റെ ഡിപ്പോസിറ്റ്സ് കുറഞ്ഞു വരും. ഇതാണ് ഡിപ്ലീഷൻ. നോൺ യൂസ്, ഉപയോഗിക്കാതിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്താണ്? അസറ്റ് നശിച്ചു പോകും. ആക്സിഡൻറ്റ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കറക്റ്റ് പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഡിപ്രീസിയേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. കറക്റ്റ് അസറ്റിൻ്റെ വാല്യൂ നമുക്ക് അസർട്ടൈൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? കറക്റ്റ് അസറ്റിൻ്റെ വാല്യൂ അസർട്ടൈൻ ചെയ്യണമെങ്കിൽ എന്ത് മെയിൻറ്റെയിൻ ചെയ്യണം? ഡിപ്രീസിയേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ റീപ്ലേസ്മെൻറ്റ് ഓഫ് അസറ്റ്സ്, നമുക്കറിയാം നമ്മൾ 1,00,000 രൂപയ്ക്ക് ഒരു TV വാങ്ങി. നമുക്കറിയാം ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഈ TVയുടെ വാല്യൂ എന്ത് ചെയ്യും? TV എന്തായി മാറും? 0 ആയി മാറും. അത് കഴിയുമ്പോൾ പുതിയ TV വാങ്ങണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട്, ഈ റീപ്ലേസ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് കണ്ടെത്തുന്നതിന്, ഡിപ്രീസിയേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മളെ സഹായിക്കും. അതേമാതിരി തന്നെ നമ്മൾ ഇൻകം ടാക്സ് ഡിപ്രീസിയേഷനൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് കുറയുമ്പോൾ സ്വാഭാവികമായും ടാക്സും കുറയും. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഡിപ്രീസിയേഷൻ കാണുമ്പോൾ നമ്മൾ പരിഗണിക്കേണ്ട കാര്യങ്ങൾ? ഒന്ന്, ഒറിജിനൽ കോസ്റ്റ്, അസറ്റിൻ്റെ വാല്യൂ. സ്ക്രാപ്പ് വാല്യൂവിന് മറ്റു പേരാണ് റെസിഡ്യൂവൽ വാല്യൂ. സ്ക്രാപ്പ് വാല്യൂവിന് സാൽവേജ് വാല്യൂ, റെസിഡ്യൂവൽ വാല്യൂ, ബ്രേക്കപ്പ് വാല്യൂ, ഇതൊക്കെ സ്ക്രാപ്പ് വാല്യൂവിൻ്റെ മറ്റു പേരുകളാണ്. സ്ക്രാപ്പുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. അതായത് അസറ്റിൻ്റെ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാകുമ്പോൾ നമുക്ക്, അതായത് ഡിസ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂവിനെയാണ്. അസറ്റിൻ്റെ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതായി ഇത് ഡിസ്പോസ് ചെയ്യുമ്പോൾ, ഇതെടുത്ത് കളയുമ്പോൾ, അത് അൺസർവീസബിളായി മാറുമ്പോൾ
നമുക്ക് കിട്ടുന്ന ആക്രി വാല്യൂവിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ആക്രി എന്ന് പറയുന്നത് ഒരു മലയാളം വാക്കാണ്. ആക്രി വാല്യൂവിനെയാണ് നമ്മൾ സ്ക്രാപ്പ് വാല്യൂ എന്ന് വിളിക്കുന്നത്. ഇതിന് മറ്റ് പേരുകൾ ബ്രേക്കപ്പ് വാല്യൂ, സാൽവേജ് വാല്യൂ ഓർ റെസിഡിയൽ വാല്യൂ, RESIDUAL റെസിഡിയൽ വാല്യൂ. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് അൺസർവീസബിളായി മാറി, ഡിസ്പോസിബിളായി മാറി. അടുത്ത ലൈഫ്, ഈ അസറ്റിൻ്റെ കാലാവധി. അപ്പം ലീഗൽ പ്രൊവിഷൻസ്. അപ്പോൾ സ്വാഭാവികമായും ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പം 2-3 കാര്യങ്ങളാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഒന്ന്, അസറ്റിൻ്റെ ഒറിജിനൽ കോസ്റ്റ്. 2, ഇതിന് ലഭിക്കുന്ന ഇത് അൺസർവീസബിളായി മാറുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സ്ക്രാപ്പ് വാല്യൂ ഓർ സാൽവേജ് വാല്യൂ ഓർ ബ്രേക്കപ്പ് വാല്യൂ. അടുത്ത ഇതിൻ്റെ ഈ അസറ്റിൻ്റെ കാലാവധി. അടുത്ത എന്താണ്? ലീഗൽ പ്രൊവിഷൻസ്. ലീഗൽ പ്രൊവിഷൻസ്. ദ റേറ്റ് ആൻഡ് മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻസ് ആർ സബ്ജക്റ്റ് ടു ലീഗൽ പ്രൊവിഷൻസ്. അതായത് നമ്മൾ ഡിപ്രീസിയേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന റേറ്റ് അല്ലെങ്കിൽ മെത്തേഡ് എന്ന് പറയുന്നത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഈ ഡിപ്രീസിയേഷൻ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ജേർണൽ ശ്രദ്ധിക്കണേ. അസറ്റ് അക്കൗണ്ട് ടു, അതായത് ഡിപ്രീസിയേഷൻ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴുള്ള ജേർണൽ ഒന്ന് ശ്രദ്ധിക്കണേ. അസറ്റ് വാങ്ങുമ്പോൾ എങ്ങനെയാണ് ജേർണൽ? അസറ്റ് അക്കൗണ്ട് ടു ക്യാഷ് ഓർ ബാങ്ക്. ഇനി ഡിപ്രീസിയേഷൻ ഉണ്ടാകുമ്പോൾ അസറ്റിൻ്റെ വാല്യൂ കുറയും. അസറ്റിൻ്റെ വാല്യൂ കുറയുമ്പോൾ അസറ്റിൻ്റെ ഡെബിറ്റ് അല്ലേ? ഡെബിറ്റ് ഉള്ളത് കുറയണമെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. ശ്രദ്ധിക്കണേ. അസറ്റ് വാങ്ങുമ്പോൾ അസറ്റ് അക്കൗണ്ട് ടു ക്യാഷ് ഓർ ബാങ്ക്. ഇനി ഡിപ്രീസിയേഷൻ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അസറ്റിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? കുറയും. അസറ്റിൻ്റെ വാല്യൂ കുറയും. അസറ്റിൻ്റെ വാല്യൂ കുറയും. അസറ്റിൻ്റെ വാല്യൂ കുറയുമ്പം എങ്ങനെ വരും ചെല്ലണ്ടി? അസറ്റിന് ഡെബിറ്റാണ്, ഡെബിറ്റ് ഉള്ളത് കുറയണമെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെ വരും ചെല്ലണ്ടി? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ടു അസറ്റ്സ്. പ്രധാനപ്പെട്ട മെത്തേഡ് ഓഫ് പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡും ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡുമാണ്. ഇനി ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൻ്റെ പ്രത്യേകത, ഡിപ്രീസിയേഷൻ എന്താണ്? കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദ ഇയർ. ഇതൊക്കെയുമായി ബന്ധപ്പെട്ട പാർട്ടുകൾ ചോദിക്കാം. ഡിപ്രീസിയേഷൻ കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദ ഇയർ, ദാറ്റ് ഈസ് നോൺ ആസ് ദ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ഓർ ഫിക്സഡ് പെർസെൻറ്റേജ് മെത്തേഡ് ഓർ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് ഓർ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. 2-3 പേരുകൾ ഞാൻ പറഞ്ഞു. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്, ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്, ഫിക്സഡ് പെർസെൻറ്റേജ് മെത്തേഡ്, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ്. അണ്ടർ ദീസ് മെത്തേഡ്സ് ദ ഡിപ്രീസിയേഷൻ കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദ ഇയർ. ഡിപ്രീസിയേഷൻ കാണാനുള്ള ഇക്വേഷൻ വഴി ഡിപ്രീസിയേഷൻ പെർസെൻറ്റേജ് തരാതെ ഡിപ്രീസിയേഷൻ ഇക്വേഷൻ വഴി കാണുമ്പോൾ ഇങ്ങനെയാണ്: കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് ഡിവൈഡ് ബൈ ലൈഫ്. കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് ഡിവൈഡ് ബൈ ലൈഫ്. കോസ്റ്റ് കണ്ടുപിടിക്കുമ്പം ഇതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് എക്സ്പെൻസും കൂടെ ആഡ് ചെയ്ത് വേണം കോസ്റ്റ് കണ്ടുപിടിക്കാൻ. അപ്പോൾ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് ഡിവൈഡ് ബൈ ലൈഫ്. അതായത് ചില കേസ് ഡിപ്രീസിയേഷൻ്റെ പെർസെൻറ്റേജ് തരത്തില്ല. ഡിപ്രീസിയേഷൻ്റെ പെർസെൻറ്റേജ് തരാതെ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയാണ്? കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് ഡിവൈഡ് ബൈ ലൈഫ്. കോസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അസറ്റ് വാങ്ങിയ ചിലവും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എക്സ്പെൻസും കൂടെ ആഡ് ചെയ്തിട്ട് അതിന് സ്ക്രാപ്പ് വാല്യൂ കുറച്ചിട്ട് ലൈഫ് കൊണ്ട് ഫൈക്കാം. അടുത്ത ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൻ്റെ പ്രത്യേകത, അതിനെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ റെഡ്യൂസിംഗ് ബാലൻസ് മെത്തേഡ് എന്ന് വിളിക്കാം. ഈ മെത്തേഡിൻ്റെ പ്രത്യേകത, ദ ഡിപ്രീസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ റെഡ്യൂസിംഗ് ബാലൻസ്. മറ്റേത് ഡിപ്രീസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ഒറിജിനൽ കോസ്റ്റ്. ഡിപ്രീസിയേഷൻ ഈസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദ ഇയർ. ബട്ട് അണ്ടർ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് or return down value method or reducing balance method, the depreciation is calculated on the reducing value or return down value. The depreciation is not same throughout the year. Depreciation endalla not constant throughout the year. Depreciation എല്ലാ വർഷവും കോൺസ്റ്റൻ്റ് അല്ല, അല്ലെങ്കിൽ സെയിം അല്ല. അപ്പോൾ ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി കാര്യങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും. ഇനി നമുക്ക് എററുണ്ട് പഠിക്കാൻ. ഓക്കെ, താങ്ക് യു. ബാലൻസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.